നൈസ് ഔട്ട് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ മൂവി വേക്കപ്പ് ഡെഡ് മാൻ നല്ല കിടിലം പടമാണ്, ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇതിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത് ഈ ഫ്രാഞ്ചൈസിലെ ദി ബെസ്റ്റ് മൂവിയാണ് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. ഫസ്റ്റ് മൂവി ഭയങ്കര അടിപൊളി പടമായിരുന്നു. ബട്ട് ക്രിസ് ഇവാൻസിനെ പോലെ ഒരു താരത്തെ ഒരു സൈഡ് റോളിന് വേണ്ടി കൊണ്ടുവരത്തില്ലെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റി. ആൾ തന്നെയായിരിക്കും വില്ലൻ അവിടെ ഗസ് ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ഏക പോരായ്മ. ഇവിടെ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഡീസെന്റ് ആണ്, ട്വിസ്റ്റ് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഫ്രാഞ്ചൈസിലെ ബെസ്റ്റ് പടമായിട്ട് ഈ പടം ഫീൽ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുമല്ലോ. ഞാൻ സ്വല്പം ലേറ്റായി, പുതുമയുള്ള കാര്യമല്ലല്ലോ. റീസൺ പറഞ്ഞ് സമയം കളയുന്നില്ല, സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് ഇടുന്നില്ല. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ പുതിയ വള്ളിക്കെട്ട് കൊലക്കേസ് അന്വേഷിക്കാൻ ബ്ലാങ്കേട്ടായി വന്നിട്ടുണ്ട്. ബ്ലാങ്കിനൊരു കത്ത് കിട്ടി. ഗുഡ് ഫ്രൈഡേ ദിവസം നടന്നൊരു കൊലപാതകവും അതിലേക്ക് എത്തിപ്പെടുന്ന സംഭവങ്ങളുമാണ് കത്തിൽ പറയുന്നത്. ജഡ് എന്ന ഒരു ബോക്സർ സെമിനാരിയിൽ വെച്ച് ഒരു ഷെമ്മാസിനെ അടിച്ച് താഴെയിട്ടു. ഷെമ്മാസ് എന്ന് പറയുമ്പോൾ അച്ഛനാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥി. ഡീക്കണെന്തോ മോരുടെ ഡയലോഗ് അടിച്ചു, അത് ബോക്സറിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇടിച്ച് താടിയിൽ പൊട്ടിച്ചു. ഇവനാണ് ജഡ്. ആളൊരു ബോക്സർ ആയിരുന്നു, ഇപ്പോൾ അല്ല, ഇപ്പോൾ ഒരു പ്രീസ്റ്റ് ആണ്. ഒരു വൈദികൻ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. സമാധാനത്തിന്റെ മാടപ്രാവ്, ദൈവത്തിന്റെ സുവിശേഷം പറയേണ്ട ആള്, മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യേണ്ട, സമൂഹത്തിന് ആകെ മൊത്തം ഗുണമാകേണ്ട ഒരു വ്യക്തി ഒരുത്തന്റെ താടിയിൽ അടിച്ചു പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണല്ലോ. മെയിൻ വൈദികര് ജഡിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജഡ് ഇപ്പോൾ വളരെ വളരെ നല്ലവനാണ്. ഇവന്റെ പാസ്റ്റിൽ ഇവന്റെ ഒരു ബോക്സർ ആയിരുന്നു. ഒരിക്കൽ ഇവന്റെ ഒപ്പോണന്റ് ഇവന്റെ ഇടി കൊണ്ട് മരിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആളൊരു കൊലപാതകയാണ്. ശേഷം മനസ്സ് മാറി വൈദികനാവാനുള്ള ഈ പാത തിരഞ്ഞെടുത്തു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഇടിക്കാനൊക്കെ തോന്നും, ചിലപ്പോൾ അറിയാതെ ഇടിച്ചു പോകും. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ആള് ക്ലീനാണ്. ദൈവത്തിന് സ്വയം സമർപ്പിച്ച് സമൂഹത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഷെമ്മാസിനെ ഇടിച്ചു പൊട്ടിച്ചതിന്റെ പേരിൽ ഇവന് പണിഷ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇവനെ എങ്ങനെയെങ്കിലും പണിഷ് ചെയ്തേ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. മുമ്പൊക്കെ ഇവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു വൈദികനാണ് ഇദ്ദേഹം. പ്രീസ്റ്റ് ക്ഷമിക്കണം, നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ കാരണം നിങ്ങൾക്ക് കൂടെ ചീത്തപ്പേരാ. നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, നീ ഇടി കൊടുത്തത് കറക്റ്റ് ആൾക്കാർ, അവനിട്ട് 2 പൊട്ടിക്കണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തൊരു തെറ്റാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ പണിഷ്മെന്റ് എങ്കിലും തരാതിരിക്കാൻ പറ്റില്ല. ചിമ്നി റോക്കിൽ ഒരു ചെറിയ പള്ളിയുണ്ട്, അവിടെ ഓൾറെഡി ഒരു പ്രീസ്റ്റ് ഉണ്ട്, എന്നാലും നീ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് പോക്കോ. കേട്ടപാടെ ജഡ് ഇതൊരു പണിഷ്മെന്റ് ഒന്നുമല്ലല്ലോ, അസിസ്റ്റന്റ് പ്രീസ്റ്റ് ആയിട്ടൊരു പള്ളിയിൽ പോകുന്നു, ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അത്രയ്ക്ക് അങ്ങ് സന്തോഷിക്കേണ്ട. അവിടുത്തെ പ്രീസ്റ്റ് ജെഫർസൺ വിക്സ് ഇത്തിരി പ്രശ്നമാണ്. അങ്ങേരൊരു ചൊറിയനാണ്. ഇവിടെ പോലും അങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സോ നോക്കിയും കണ്ടു നിന്നാൽ നിനക്ക് തന്നെ കൊള്ളാം. ഇത് നിന്നെ തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാനുള്ള അവസരമായിട്ട് എടുത്ത് നന്നായി വാ. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ജഡ് ഹാപ്പിയാണ്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുടെ ചാർജ് കിട്ടുക, അറ്റ്ലീസ്റ്റ് അസിസ്റ്റന്റ് പ്രീസ്റ്റ് ആയിട്ടൊരു ചാർജ് കിട്ടുക എന്ന് പറയുന്നത് ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. എത്ര വിശ്വാസികളെ കാണാൻ പറ്റും, എത്ര പേർക്ക് വചനം പകർന്നു കൊടുക്കാൻ പറ്റും. ഒരു വൈദികൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. അധികം താമസിയാതെ ആള് പള്ളിയിലെത്തി. ആദ്യമായി ഒരു പള്ളിയിൽ അസിസ്റ്റന്റ് പ്രീസ്റ്റായി സേവനം അനുഷ്ഠിക്കാൻ പോവാണ്. അതിന്റെ എല്ലാവിധ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് പള്ളിയിൽ ചെന്ന് കയറിയതും പള്ളിയിൽ കുരിശില്ല. സാധാരണയായി പള്ളികളിൽ കിഴക്ക് സൈഡിലെ വോളിൽ ഒരു വലിയ കുരിശ് വെച്ചിരിക്കും. ഓരോ പള്ളിയിലും ഓരോ സഭയ്ക്കും ഇത് ഡിഫറൻ്റ് ആണ്. ചില സഭകൾക്ക് ത്രോണോസ് ആയിരിക്കും, ചില സഭകൾക്ക് ഇങ്ങനെ വോളിൽ വലിയ കുരിശ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ പള്ളിയിൽ കുരിശില്ല. കുരിശ് വെച്ചിരുന്ന സ്ഥലത്ത് അതിന്റെ ഷെയ്ഡ് മാത്രമുണ്ട്. അതായത് കുരിശ് വച്ചിരുന്നു, പിന്നെ എപ്പോഴും കുരിശ് മാറ്റിയതാണെന്ന് ഇവന് മനസ്സിലായി. ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ പള്ളിയിലെ മെയിൻ പ്രീസ്റ്റ് വന്നു. അന്നേരം വിക്സ് ഇദ്ദേഹത്തോട്, ഫാദർ വരൂ, എനിക്കൊന്ന് കുമ്പസരിക്കാനുണ്ട്. ജഡും വളരെ സന്തോഷത്തോടെ അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റുപറയുന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടി ചെല്ലുന്നു. ആളൊരു വൈദികനായതുകൊണ്ട് അധികം പാപമൊന്നും ചെയ്ത് കാണത്തില്ല എന്നൊരു ധാരണയായിരുന്നു. പക്ഷേ വിക്സ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിനുള്ള അസൂയകളെ പറ്റിയാണ്. ലക്ഷറി ലൈഫ്, ഒരുപാട് കാറുകൾ, ഇങ്ങനെ ആഡംബരമായ കാര്യങ്ങളോടൊക്കെ ഇദ്ദേഹത്തിനൊരു താല്പര്യമുണ്ട്. അതൊക്കെ ഉള്ള ആളുകളോട് അസൂയ തോന്നാറുണ്ട്. ആദ്യമൊക്കെ അസൂയ തോന്നിയിരുന്നത് ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറോടായിരുന്നു അത്രേ. മുത്തച്ഛനും വലിയ പ്രീസ്റ്റ് ആയിരുന്നു, ഈ പള്ളിയിൽ തന്നെയായിരുന്നു. ചെറുപ്പത്തിലെ മുത്തച്ഛനെ കണ്ട് മുത്തച്ഛന്റെ ആ ഒരു പൊസിഷനോട്, പ്രീസ്റ്റ് എന്ന പൊസിഷനോട് അസൂയ തോന്നിയാണ് അദ്ദേഹം പരിശ്രമിച്ച് പ്രീസ്റ്റ് ആയത്. പിന്നെ വിക്സ് സ്ഥിരമായി മാസ്റ്റർബേറ്റ് ചെയ്യും. സ്ഥിരമായി എന്ന് പറഞ്ഞാൽ വീക്ക്ലി 4-5 ഒക്കെ. ഇതിനു മുമ്പ് അവസാനമായി കുമ്പസരിച്ചത് 6 ആഴ്ചയ്ക്ക് മുമ്പേ ആയിരുന്നു. സോ ആ ഒരു ടൈം മുതൽ ഇപ്പോൾ വരെ ഏകദേശം ഒരു 30 തവണയെങ്കിലും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ബെഡിൽ വെച്ച്, ചിലപ്പോൾ കുളിക്കുമ്പോൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്തിട്ട്, ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും. ഇങ്ങനെയൊക്കെ പല പല വെറൈറ്റി പരിപാടികളാണ് വിക്സിനുള്ളത്. ജഡ് ഇത്ര അങ്ങ് പ്രതീക്ഷിച്ചില്ല. ഒരു പ്രീസ്റ്റ് ഇങ്ങനെയൊക്കെ വന്ന ദിവസം തന്നെ ഇമാതിരി കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നപ്പോൾ ഇവൻ എന്തോ പോലെ ആയിപ്പോയി. വളരെ സന്തോഷത്തോടെയാണ് വന്നതെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ കുമ്പസാരത്തോടെ ആ സന്തോഷം അങ്ങ് പോയി. വിക്സ് ഒരു റിഗഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ മാനേജ് ചെയ്ത് പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് ഇവൻ മനസ്സിലാക്കി. മോസ്റ്റ് ഓഫ് ദി ടൈം പള്ളിയിൽ വിക്സ് ഉണ്ടാവും, അദ്ദേഹത്തിന് കൂട്ടായിട്ട് മാർത്ത ഉണ്ടാവും. ഇവരെ രണ്ടാളെ കൂടാതെ ഗ്രൗണ്ട്സ് കീപ്പർ അല്ലെങ്കിൽ കെയർ ടേക്കർ എന്നൊക്കെ പറയാവുന്ന സാംസൺ എന്നൊരു വ്യക്തിയും ഉണ്ടാവും. ഈ സാംസണും മാർത്തയെ ഇഷ്ടമാണ്. മാർത്തയ്ക്കും ഇതുപോലൊരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ നിതുമ്പത്തിൽ കരുതലും അമർത്തിയിട്ടും മാർത്ത ചിരിച്ചുകൊണ്ട് മാറിപ്പോയത്. സാംസണും മാർത്തയോട് എന്തായാലും അഗാധമായ പ്രണയമാണ്. പുള്ളിക്കാരി എന്തു പറഞ്ഞാലും അവർ
അവർക്ക് വേണ്ടി സാംസൺ അത് ചെയ്തു കൊടുക്കാൻ ചെയ്യും. ഈ സാംസൺ അഥവാ സാം ആളൊരു മദ്യപാനിയായിരുന്നു, കടുത്ത മദ്യപാനിയായിരുന്നു. പ്രീസ്റ്റ് വിക്സ് ആണ് ഇദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഇദ്ദേഹത്തെ ഉപദേശിച്ച് മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന് നല്ലൊരു മനുഷ്യനാക്കി. പിന്നെ ഇദ്ദേഹം കുപ്പി തൊട്ടിട്ടില്ല. ഒരു കടുത്ത ബേസ്ബോൾ ആരാധകനാണ്. പിന്നെ പറഞ്ഞ പോലെ മാർത്തയെ ഒരുപാട് ഇഷ്ടമാണ്. മാർത്തയാണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. മാർത്തയ്ക്ക് പിന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പ്രധാനം. പള്ളിയിലെ ഡോക്യുമെന്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത്, ഡൊണേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്, വൈദികന്റെ കാര്യങ്ങൾ, പ്രീസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതായത് അവരുടെ കുപ്പായം, ആരാധനാ പുസ്തകങ്ങൾ, ഓരോ ആരാധനയ്ക്കും പ്രത്യേകം രീതിയിൽ പള്ളി ഒരുക്കുന്നത്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത് തുടങ്ങി സാധാരണ നമ്മുടെ സഭകളിലൊക്കെ ഒരു ശുശ്രൂഷകൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ മാർത്തയാണ്. സാമിന്റെ വീടിനടുത്തായിട്ട് തന്നെ വലിയൊരു കല്ലറയുണ്ട്. ഇതൊരു പ്രത്യേക കല്ലറയാണ്, ദേവാലയത്തിലെ പ്രീസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളത്. സാമൂഹ്യ വിരുദ്ധരാരൊക്കെയോ ഇതിൽ ആവശ്യമില്ലാത്ത പടങ്ങളൊക്കെ വരച്ചു വെച്ചു. വിക്സിന്റെ W മാറ്റി D ആക്കി കഴിഞ്ഞാലുള്ള ആ ഒരു വേർഡില്ലേ, അതിന്റെ കുറെ പടങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചു. സാംസൺ അതെല്ലാം ക്ലീൻ ചെയ്ത് പെയിന്റ് അടിക്കുന്ന കൂട്ടത്തിൽ ഈ കല്ലറയുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക എക്യുപ്മെന്റ് വേണം. എന്നാൽ അകത്തുനിന്ന് തുറക്കാൻ അത്ര പാടില്ല. അകത്തുനിന്ന് ആരെങ്കിലും ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ വാതിൽ പൊളിഞ്ഞു വീഴും. ആഹാ, നല്ല സെറ്റപ്പാണല്ലോ. അല്ല, ഇതിനകത്ത് ആരെങ്കിലും അടക്കിയിട്ടുണ്ടോ? ദേ പിന്നെയും മാർത്ത പുറകിലൂടെ വന്ന് പേടിപ്പിച്ചോളും. ഈ കല്ലറയ്ക്കുള്ളിലുള്ളത് പ്രെന്റിസ് ആണെന്ന്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രീസ്റ്റ് വിക്സിന്റെ മുത്തച്ഛൻ. അദ്ദേഹവും ഇവിടെ ഒരു പ്രീസ്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല ഈ പള്ളി തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. മാർത്തയ്ക്ക് പ്രെന്റിസ് സ്വന്തം അച്ഛനെ പോലെയാണത്രേ. ആളുടെ മൃതദേഹമാണ് ഇതിനുള്ളിലുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു. ശേഷം നമ്മുടെ ജഡ് പള്ളിയിൽ പുതിയ കുരിശ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വോളിൽ കയറി അതിന്റെ അളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിക്സ് വന്ന്, അതേ അതിൽ കുരിശ് വെക്കണ്ട, ഒരു വേശ്യയുടെ പാവഫലമായിട്ട് അത് അങ്ങനെ ഇട്ടേക്കുന്നതാ, നീ ഒന്ന് വന്നേ, എനിക്കൊന്ന് കുമ്പസരിക്കാനുണ്ട്. നന്നായിരിക്കുന്നു, പാവം ജഡ് കുരിശ് വെക്കാൻ കയറിയതാ. ഇനിയിപ്പോൾ ഇങ്ങേറെ കുമ്പസാരം കേൾക്കണമല്ലോ. അതാണെങ്കിലും മൊത്തം തെന്നിക്കൽ കഥയും. ഞാൻ കഴിഞ്ഞ ആഴ്ച 4 തവണ ചെയ്തു, 5 തവണ ചെയ്തു, ഇതൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് എന്നെ അഭിമാനമാണെന്നോ. ശേഷം നമ്മുടെ ജഡ് വിക്സ് പറഞ്ഞ ആ വേശ്യനെ പറ്റി മാർത്തയുടെ അടുത്ത് ചോദിക്കും. അവളുടെ പേര് ഗ്രേസ്, വിക്സിന്റെ അമ്മയാണ്. ഈ ചർച്ച് ബിൽഡ് ചെയ്ത പ്രെന്റിസ് എന്ന പ്രീസ്റ്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജനിച്ച മകളാണ് ഗ്രേസ്. ആ ഗ്രേസ് ആണെങ്കിലോ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത ഒരുത്തി, ആരുടെയെങ്കിലും ഒക്കെ കൂടെ പോവും, ആർക്ക് മുന്നിലും തുണി അഴിക്കും. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് വിക്സ്. അവൾ ഇങ്ങനെയൊക്കെ നിരന്തരം ചെയ്തു വന്നതുകൊണ്ട് അവളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തും അവൾക്ക് കൊടുക്കാം, ഇനിയെങ്കിലും പള്ളി വിട്ടുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പ്രെന്റിസിനാണെങ്കിൽ ഒരുപാട് സ്വത്തുണ്ട്. അതുകൊണ്ട് ഗ്രേസും അദ്ദേഹം പറഞ്ഞത് കേട്ട് കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ കാത്തിരിക്കണം, എങ്കിലേ മുഴുവൻ സ്വത്തും കിട്ടുള്ളൂ. ആ ഒരു ടൈമിലെ മാർത്ത അവിടെയുണ്ട്. പുള്ളിക്കാരിക്ക് പിന്നെ ഈ സ്വത്ത്, പണം അങ്ങനെയൊന്നും താല്പര്യമില്ല. പണവും അതുമൂലമുണ്ടാവുന്ന അധികാരവും ഈ സാപ്പിളാണ്, അത് പാപമാണ് എന്നാണ് പ്രെന്റിസ് മാർത്തയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. തനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, അത് തന്റെ അടുത്ത ജനറേഷനിലേക്ക് പോയി അവർ സ്പോയിലാകാതിരിക്കാൻ താൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കരുതിയിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരിക്കൽ പ്രെന്റിസ് ആൾത്താരയിൽ വെച്ച് മരിച്ചു വീണു. അദ്ദേഹം മരിച്ചതോടെ അദ്ദേഹത്തിന്റെ മകൾ ഗ്രേസ് ആവട്ടെ വക്കീലിന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തും തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇനിയിപ്പോൾ എല്ലാത്തിന്റെയും അവകാശി ഗ്രേസ് ആണല്ലോ, അദ്ദേഹത്തിനുള്ള സകലതും ഗ്രേസിന് കിട്ടും. എന്നാൽ പ്രെന്റിസിന്റെ പേരിൽ ഒരു കുന്നിക്കുരു പോലും ഇല്ലെന്നാണ് വക്കീൽ പറഞ്ഞു കൊടുക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന പ്രെന്റിസിന്റെ സ്വത്തുക്കൾ എവിടെയെന്ന് അറിയില്ല. അദ്ദേഹം അത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തതാണോ അല്ലെങ്കിൽ കടലിലെറിഞ്ഞ് കളഞ്ഞതാണോ മരിച്ചപ്പോൾ കൂടെ കൊണ്ടുപോയതാണോ അറിയില്ല. ഏതാ സംഭവിച്ചതെന്നൊരു വ്യക്തതയില്ല. അത്രയും കാലം സ്വത്തിനു വേണ്ടി കാത്തിരുന്ന ഗ്രേസ് ആരായി? പുള്ളിക്കാരി ആ ദേഷ്യത്തിൽ പള്ളിയൊക്കെ അടിച്ച് തകർക്കുന്നുണ്ട്. പള്ളിയിലെ പ്രധാനപ്പെട്ട കുരിശും വലിച്ചിളക്കി, വിശുദ്ധ പുസ്തകങ്ങളൊക്കെ വലിച്ചു കീറി ആകെ മൊത്തം അലങ്കോലമാക്കി. പ്രെന്റിസിന്റേതായിട്ട് അവിടെ ബാക്കി ഉണ്ടായിരുന്നത് ആകെ ഒരു ക്രിസ്റ്റൽ ബോൾ മാത്രമാണ്, ജീസസിന്റെ രൂപമുള്ള ഒന്ന്. അതിലാണെങ്കിൽ ലീവ് സാപ്പിൾ എന്ന് എഴുതിയിരുന്നു. അതല്ലാതെ അദ്ദേഹത്തിന്റേതായിട്ട് ഒന്നും തന്നെ, വലിയ കോടികൾ വിലമതിക്കുന്ന ഒന്നും തന്നെ അവിടെ അവശേഷിച്ചിരുന്നില്ല. പള്ളിയെല്ലാം അടിച്ചു തകർത്ത് അലങ്കോലമാക്കി ഗ്രേസിന്റെ അടുത്ത് മാർത്ത ചെന്ന്, ദൈവം നിന്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കട്ടെ എന്ന് അവളുടെ ചെവിയിൽ പറഞ്ഞതും ഗ്രേസ് കുഞ്ഞു മാർത്തേനെ തള്ളി താഴെയിട്ട് ഇവളുടെ മുഖത്തിടിച്ചു. അപ്പോഴേക്കും ആരൊക്കെ വന്ന് ഗ്രേസിനെ പിടിച്ചു മാറ്റി. സ്വത്ത് കിട്ടാതെ വല്ലാതൊരവസ്ഥയിൽ മാനസികമായി തകർന്നു നിന്ന് ഗ്രേസ് ആവട്ടെ പ്രെന്റിസിന്റെ കല്ലറയുടെ അവിടെ ചെന്ന് കുറെ അലറ് വിളിച്ച് അങ്ങനെ അവിടെ കിടന്ന് മരിക്കുമായിരുന്നു. അന്ന് ഗ്രേസ് തല്ലിയപ്പോൾ ഉണ്ടായ പാട് ഇപ്പോഴും മാർത്തയുടെ മുഖത്ത് കാണാം. ഈ കഥയെല്ലാം കേട്ട് ജഡ് ഒരുമാതിരി എങ്ങായി. എന്താ അവസ്ഥ, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് ഈ പള്ളിയിൽ. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഇങ്ങനെ ഒരു പാസ്റ്റുള്ള ഈ പള്ളിയിൽ ആളുകൾ ഇപ്പോഴും വരുന്നതും കുർബാന സംബന്ധിക്കുന്നതുമൊക്കെ കുറച്ച് സംശയമുണ്ടാക്കുന്ന കാര്യമല്ലേ. പുറത്തുനിന്ന് പള്ളി വിസിറ്റ് ചെയ്യുന്ന ആളുകളെ വിട്ടേക്കാം, എന്നാൽ സ്ഥിരമായി ഈ പള്ളിയിൽ വരുന്ന കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ വിശദമായി പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തെ ആൾ ഒരു വക്കീലാണ്, വീര ഡ്രാവൻ. ഇവളുടെ അച്ഛനും ഒരു അഡ്വക്കേറ്റ് ആണ്. വിക്സിന്റെ അറ്റോണി ആയിരുന്നു. അറ്റോണി മാത്രമല്ല, അങ്ങേറെ വെള്ളമടി പാർട്ണർ കൂടിയായിരുന്നു. വീരയ്ക്ക് ഒരു സഹോദരനുണ്ട്, സ്റ്റെപ്പ് ബ്രദറാണ് സായി ഡ്രാവൻ. വീരയുടെ ലൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരിക്കൽ അവളുടെ അച്ഛൻ വന്ന്, അവൾക്കൊരു ബ്രദറുണ്ട്, ഒരു സ്റ്റെപ്പ് ബ്രദറുണ്ട്. അച്ഛൻ ഇടയ്ക്കിടെ മൂകാംബിക പോകാറില്ലേ, അത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ്. ഇനി മോള് വേണം മോളുടെ ഈ സഹോദരനെ കൂടെ നോക്കാമെന്ന് പറഞ്ഞ് സൈയെ ഇവളെ ഏൽപ്പിച്ചു. അക്സെപ്റ്റ് ചെയ്യാതെ പുള്ളിക്കാരിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. സ്വന്തം അച്ഛന്റെ മൂകാംബിക കൂട്ടുകെട്ടായി
പ്രശ്നമായി പോയില്ലേ. സൈ ആവട്ടെ പൊളിറ്റിക്സിൽ ഒരു കൈ നോക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചായിരുന്നു, അടുപടലം പൊട്ടി. എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നത് ഇവൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. പല വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചു. മെൻ, വുമൺ, ട്രാൻസ്, ഇന്റർസെക്സ്, ഇൻഡക്ഷൻ സ്റ്റൗ, ഇസ്രായേൽ, വാക്സിൻസ്, സോഷ്യലിസം, BLM, CRT, CDC, DEI, 5G അങ്ങനെ എല്ലാ വിഷയത്തെപ്പറ്റി സംസാരിച്ചു. സ്റ്റിൽ ആളുകൾ വോട്ട് ചെയ്തില്ല എന്ന്. ഇവൻ തോറ്റതിന്റെ കാരണം മനസ്സിലായില്ലേ? ഇവന് ജനങ്ങളെ മനസ്സിലായിട്ടില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസനമൊക്കെ ചെയ്തു കൊടുത്താലോ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരുന്നാലോ അവർ വോട്ട് ചെയ്യുമോ? ഇല്ല. മതത്തെ പറ്റി പറയണം, നമ്മുടെ മതത്തിന് വെല്ലുവിളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് 4 ഡയലോഗ് അടിച്ചു നോക്ക്, മണ്ടന്മാര് ക്യൂ നിന്ന് വോട്ട് ചെയ്യും. വർഗീയത വോട്ടാവുന്ന ഈ കാലത്താണ് ഇവന്റെ 5G ഒക്കെ. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടെ മത്സരിക്കാൻ ആൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളുമായി കൂടുതൽ ക്ലോസ് ആവാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി പലതരത്തിലുള്ള വീഡിയോസ്, ഇവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇവന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നിരന്തരം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന സ്ഥിരമായി പള്ളിയിൽ വരുന്ന വ്യക്തിയാണ് നാറ്റ് ഷാർപ്പ്. ഇവിടുത്തെ ഡോക്ടറാണ്. ആളുടെ ഭാര്യ ഡാർലയും ആളും ഭയങ്കര സ്നേഹത്തിലായിരുന്നു. എന്തോ കാരണത്താൽ പുള്ളിക്കാരി കഴിഞ്ഞ ആഴ്ച ആരുടെയോ കൂടെ വിളിച്ചോടിപ്പോയി. ഡാർലയ്ക്ക് നാറ്റിന്റെ കൂടെ എന്തുകൊണ്ട് സ്റ്റേ ചെയ്യാൻ തോന്നിയില്ല? പുള്ളിക്കാരൻ അത്ര സക്സസ്ഫുൾ അല്ലേ? അത്ര പണമില്ലേ? അവൾ ആഗ്രഹിക്കുന്ന അത്ര എഡ്യൂക്കേഷൻ ഇല്ലേ? അവൾ തിരിച്ചു വരാൻ വേണ്ടി ഇദ്ദേഹം കാത്തിരിക്കുന്നു. ഇദ്ദേഹം ബെറ്റർ ആവാൻ ശ്രമിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി. അവൾ പോയതോടെ പള്ളിയിലിരുന്ന് വരെ കുടിക്കുന്നുണ്ട്. പള്ളിയിലിരുന്നാണോ ഇങ്ങനെ മദ്യപിക്കുന്നേ? ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഇവിടുത്തെ സൈഫൈ റൈറ്റർ ലീ റോസ് എന്ന പുള്ളിക്കാരൻ എല്ലാം ദൈവം കാണുന്നുണ്ട് കേട്ടോ എന്ന ആക്ഷൻ കാണിക്കും. ഇദ്ദേഹം ഒരു സൈഫൈ റൈറ്റർ ആണെന്ന് സ്വയം പറയുന്നുണ്ട്. എന്തുകൊണ്ടോ ആളുടെ പുസ്തകം ആളല്ലാതെ വേറെ ആരും അങ്ങനെ വായിക്കാറില്ല. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആളുടെ പുസ്തകങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്ന ഒരു കാലമുണ്ട്. പഴയ പോലെ ആ ഒരു പ്രതാപകാലം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പള്ളിയിലച്ഛൻ വിക്സിനെ പറ്റിയാണ് ഇദ്ദേഹം പുസ്തകം എഴുതുന്നത്. വിക്സ് പറയുന്ന കഥകളിലൂടെ, അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ എഴുതി എങ്ങനെയെങ്കിലും ഹിറ്റാവാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യമായി അങ്ങനെ ഹിറ്റാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നന്ന്. ദൈവത്തോടും വൈദികനോടും ഒക്കെ ചേർന്നിരുന്നാൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടക്കുമെന്ന് കരുതുന്നു. ഇനി പരിചയപ്പെടാനുള്ളത് സിമോൺ. പുള്ളിക്കാരി വളരെ പ്രഗത്ഭയായ ഒരു സെല്ലിസ്റ്റ് ആയിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ആവേണ്ടി വന്നു. ക്രോണിക് പെയിൻ കാരണം ഇപ്പോഴും പുള്ളിക്കാരിക്ക് കുറെ നേരം എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല. കടുത്ത വേദനയാണ്. ഏത് നെർവിനാണ് പ്രശ്നമെന്ന് ഡോക്ടേഴ്സിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് സർവൈവ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ പുള്ളിക്കാരി കടുത്ത വിശ്വാസിയാണ്. ദൈവത്തിലും വിക്സിലും. വിക്സ് എന്തൊക്കെയോ കാണിച്ച് ഇവളെ ഭയങ്കരമായിട്ട് വിശ്വസിപ്പിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചാൽ ഇവളുടെ പ്രശ്നങ്ങളൊക്കെ ഉടൻ സോൾവ് ആകുമെന്ന്. ഈ പറഞ്ഞ ഇവരെല്ലാം വിക്സിന്റെ ക്ലോസ് സർക്കിളാണ്. അദ്ദേഹത്തിന് ഇവരൊക്കെ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ മറ്റാരും. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിക്സിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ വചനം ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഈ ആളുകളെ ഒഴികെ പള്ളിയിൽ വന്നിരിക്കുന്ന മറ്റാരെങ്കിലും ടാർഗറ്റ് ചെയ്ത് അങ്ങേര് സംസാരിക്കും. മോസ്റ്റ്ലി പുതിയതായി പള്ളിയിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. അവരെ പോയിന്റ് ചെയ്ത് അവരെ കുറ്റക്കാരാക്കി ഒരുമാതിരി വല്ലാത്ത ബിയർഡായിട്ടുള്ള രീതിയിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ ഒരു അപ്രോച്ച് പ്രശ്നമാണല്ലോ. ഇങ്ങനെയുള്ള എടുക്കടാ പിടിക്കടാ തീർക്കടാ അപ്രോച്ച് ഒരിക്കലും ഒരു വൈദികന് ചേർന്നതല്ല. വിക്സിന്റെ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഓവർ ഭക്തി കാരണമാണോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് ജഡ്ഡിന് സംശയം തോന്നി പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആകാനല്ലേ സാധ്യതയുള്ളൂ. ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഇങ്ങനെ താങ്ങി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു വൈദികൻ എന്നത് മാറ്റി വെച്ചൊരു പൊളിറ്റീഷ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വയലന്റ് ആയിട്ടുള്ള, ഇത്രയും പ്രശ്നക്കാരനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ താങ്ങി നിൽക്കുന്ന ആളുകൾ എന്ത് തരത്തിലുള്ള മനോഭാവമുള്ളവരായിരിക്കും? അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്രീപ്പി ആളുകളാണ് ഇവിടെ വിക്സിനെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഫാദർ ജഡ് വിക്സിന്റെ ഈ ക്ലോസ് സർക്കിളിലുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി വിക്സിനെ അറിയിക്കാതെ ഒരു പ്രെയർ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ആക്ച്വലി നടത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിക്സ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. വിക്സിന്റെ സമ്മതമില്ലാതെയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് എന്ന് മനസ്സിലാക്കി അവരെല്ലാം ജഡ്ഡിനെ കുറ്റം പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകുന്നു. കൂട്ടത്തിൽ മാർത്ത ഈ നമ്മുടെ ജഡ്ഡിന് ഒരിക്കലും വിക്സ് ആവാൻ പറ്റില്ല, അതിനുവേണ്ടി ശ്രമിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മാർത്ത ഉൾപ്പെടെ ഇവരൊക്കെ പള്ളിയിൽ പോകുന്നത് വിക്സിനെ പേടിച്ചിട്ടാണ് എന്ന് പറയുകയാണ് ഇവൻ. അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റുമോ മാർത്തയ്ക്ക്? ഒരു പേടിയുമില്ലാതെ വിക്സിന്റെ മുന്നിൽ ചെന്ന് കുമ്പസരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ എല്ലാ പാവങ്ങളും അയാൾക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടോ? മാർത്ത ഈ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തുന്നേ. പുള്ളിക്കാരി നേരെ പള്ളിയിൽ ചെന്ന് വിക്സിന്റെ അടുത്ത് കുമ്പസരിച്ചു. താൻ തന്റെ എല്ലാ പാവങ്ങളും വിക്സിനോട് തുറന്നു പറഞ്ഞു എന്നുള്ള അഭിമാനത്തോടെ മാർത്ത അവിടെ തിരിച്ചു പോകുമ്പോൾ വിക്സ് ആണെങ്കിൽ ഒരുമാതിരി വിയർത്ത് കുളിച്ച് ഞെട്ടിയൊക്കെയാണ് കുമ്പസാര കൂട്ടിന്ന് പുറത്തു വരുന്നത്. മാർത്ത ഇത് എന്തൊക്കെയാണോ ഇങ്ങേരോട് പറഞ്ഞത്? ആകെ മൊത്തത്തിൽ ആളുടെ കിളി പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ കുമ്പസരിക്കാതിരിക്കുന്നതാണ് പള്ളിയിലച്ചന്മാർക്ക് പോലും നല്ലത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഊശാന ഞായറെത്തി. അന്നും വിക്സ് ജഡ്ഡിന്റെ അടുത്തുനിന്ന് കുമ്പസരിച്ചായിരുന്നു. എത്രയെന്ന് വെച്ചാൽ ഇങ്ങേരുടെ തെന്നിക്കൽ കഥ കേൾക്കുന്നത്. അയ്യോ, ഇങ്ങേർക്ക് താനോസിന്റെ സിസ്റ്റം ആണെന്ന് തോന്നുന്നു. മണിക്കൂർ കണക്കിനാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അവിടെ വെച്ച് ചെയ്തു, ഇവിടെ വെച്ച് ചെയ്തു, കുളിക്കുമ്പോൾ ചെയ്തു, കിടക്കുമ്പോൾ ചെയ്തു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ഒടുക്കത്തെ ആരോഗ്യം. ഈ തള്ളിമറിക്കലിന് ശേഷം പുള്ളിക്കാരൻ നമ്മുടെ ജഡ്ഡിനോട് കുമ്പസരിക്കാൻ പറയും. അങ്ങനെ ജഡ് ആദ്യം പറയുന്നതാവട്ടെ അതിൽ വിക്സിന്റെ കുറച്ച് മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിക്സിന്റെ റാഡിക്കൽ പ്രോസ്റ്റെക്ടോമി കഴിഞ്ഞതാണെന്ന് മനസ്സിലായിന്ന്. വിക്സ് ഇത്രയും നേരം വെറുതെ തള്ളിയതാണ്. ഇങ്ങർക്ക് തെന്നിക്കാൻ പോയിട്ട് മുള്ളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് നമ്മുടെ പയ്യന് മനസ്സിലായത്രേ. ഈ വിക്സും ഇദ്ദേഹത്തിന്റെ ക്ലോസ് സർക്കിളിലുള്ള ആളുകളും തമ്മിലുള്ള ആ ഒരു ക്ലോസ് റിലേഷൻ കുറച്ചധികം പ്രശ്നമാണ് എന്ന് ഇവനോട് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെയൊന്നും നല്ല രീതിയിലല്ല ഇദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡോക്ടർ ഉണ്ടല്ലോ നാറ്റ്, അങ്ങേരുടെ ഭാര്യ പിണങ്ങി പോയതിനു ശേഷം വേറെ ഏതോ ഒരുത്തിന്റെ കൂടെ പോയതിനു ശേഷം അയാളെ ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിലും വിക്സ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ദേഷ്യമാണ്. അവളോട് പ്രതികാരം ചെയ്യണമെന്നുള്ള
എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ആൻഡ് സൈഫൈ റൈറ്റർ ലീ ആളിപ്പോൾ ഒരുമാതിരി മായാലോകത്താണ് ജീവിക്കുന്നത്. വിക്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് തന്റെ നോവൽ ഹിറ്റ് ആകുമെന്നൊക്കെ കരുതി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഏതോ ഒരു പ്രത്യേകതയുള്ള ഒരു സൈഫൈ ലോകത്ത് ജീവിക്കുന്ന പോലെ തന്റെ ചുറ്റുപാടിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ജീവിക്കുക. പിന്നെ ക്രോണിക് പെയിൻ ഉള്ള സിമോണിന് മേലൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ വിക്സിനെ സമ്മതിക്കില്ലെന്ന് നമ്മുടെ ഹീറോ ഇവിടെ പറയുന്നുണ്ട്. ചാരിറ്റി വർക്സിന് എന്ന പേരിൽ അവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ഇവർ വാങ്ങുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്ത് തിരിച്ചു കിട്ടുന്നു? എന്തെങ്കിലുമൊക്കെ ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും, അവളുടെ പെയിൻ മാറുമെന്ന് അവളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ അവൾ ഇങ്ങനെ നിരന്തരമായി പണം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിൽ അവളെ അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നടക്കുന്ന വിക്സിന്റെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും തീർച്ചയായും സഭയ്ക്ക് ഒട്ടും നല്ലതല്ല. ഇതൊക്കെ കാരണം സഭയ്ക്ക് മോശം പേരെ ഉണ്ടാവത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ ക്രൈസ്റ്റ് പഠിപ്പിച്ചത് എന്ന് ജഡ് ചോദിച്ചപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടാതെ വിക്സ് ചാടി എണീറ്റ് ഇവനെ ഇടിച്ചു. ജഡിനെ തറയിലിട്ട് ചവിട്ടി കൂട്ടിയപ്പോൾ അവൻ പെട്ടെന്ന് ചാടി എണീറ്റ് ഡിഫെൻഡ് ചെയ്യാനും വേണ്ടി വന്നാൽ തിരിച്ചടിക്കുമെന്നുള്ള മട്ടിൽ നിന്നു. ദേഷ്യം, നിന്റെ ആങ്കർ, ഈ ദേഷ്യമാണ് എല്ലാവർക്കും വേണ്ടത്. ഫൈറ്റ് ചെയ്യാനുള്ള ഈ കപ്പാസിറ്റിയാണ് എല്ലാവർക്കും വേണ്ടത്. ഞാൻ ഇവർക്കൊക്കെ കൊടുക്കുന്നത് അതാ. ലൈഫിനോട് ഫൈറ്റ് ചെയ്യാൻ ഇവരെയൊക്കെ പഠിപ്പിക്കുക ഞാൻ. ഈ പറയുന്നതൊന്നും ജഡിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇയാൾ പോകുന്നത് നല്ല വഴിയിലല്ല. ഇയാൾ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം, ഈ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമാണ്, ഒരു ക്യാൻസറാണ്. അതില്ലാതാക്കാൻ, അത് മുറിച്ചു കളയാൻ താൻ ശ്രമിക്കുമെന്ന് ജഡ് പറയുന്നുണ്ട്. വിക്സ് കൂടുതലൊന്നും പറയാതെ കുമ്പസാരം അവസാനിപ്പിച്ച് തിരിച്ചുപോയി. നോക്കിയപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതും കാണാം. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ദുഃഖവെള്ളി ദിവസം, ഗുഡ് ഫ്രൈഡേ ഈവനിങ് 3 മണി ശുശ്രൂഷയിൽ ഫാദർ വിക്സ് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങേറെ ക്ലോസ് സർക്കിളിലുള്ളവരും നമ്മുടെ ജഡും മാത്രം പള്ളിയിലുള്ളപ്പോൾ ഭയങ്കര കാര്യമായിട്ട് അയാളുടെ തനത് ശൈലിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. കുറേ സമയം ഇങ്ങനെ വായിട്ട് അലച്ചതാണ്. ഇയാൾക്ക് കുറച്ച് സമയം റെസ്റ്റ് വേണം. ഇനി കുറച്ചു നേരം നമ്മുടെ ജഡ് വേണം ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ. വിക്സ് ആവട്ടെ സൈഡിലായിട്ടുള്ള ചെറിയൊരു റൂമിലേക്കും കയറി. ജഡ് ഒരു കുരിശെടുത്തുകൊണ്ടുവന്ന് അവിടെ വെച്ച് ബാക്കി അങ്ങോട്ട് തുടങ്ങിയതും ഫാദർ വിക്സ് എടുത്തടിച്ച് താഴെ വീണു. ആൾ കയറിപ്പോയ ആ റൂമിൽ വെച്ച് നിപ്പിൽ ഒരൊറ്റ വീഴ്ച. ഫാദർ ജഡ് അകത്ത് കയറി അദ്ദേഹത്തിന് എന്താ പറ്റിയതെന്ന് നോക്കുന്നു. ബാക്കിയുള്ളവരും അങ്ങോട്ട് കയറി വന്നു. വിക്സിന്റെ പുറത്തുകൂടെ ബ്ലഡ് ഒഴുകുന്നു. ജഡ് അങ്ങ് ഞെട്ടിപ്പോയി. ഇത് സംഭവിച്ചത്? വിക്സിന്റെ പുറത്തായി എന്തോ ഒന്ന് തറച്ചിരിപ്പുണ്ട്. ജഡ് സാത്താനാണ്, മറ്റതാണ്, മറിച്ചതാണ്, അത് അങ്ങനെ കുറെ വിശ്വാസങ്ങൾ. ഡോക്ടർ ആവട്ടെ കർച്ചീഫ് യൂസ് ചെയ്ത് ആ ഒരു വൂൾഫ് ഹെഡ് ഇങ്ങനെ പതിയെ പിടിച്ചു നോക്കിയപ്പോൾ ആക്ച്വലി അതുമായിട്ടൊരു കത്തി കണക്ട് ചെയ്തിരുന്നു. ഇതൊരു കത്തിയാണ്. അത് വിക്സിന്റെ ശരീരത്തിലേക്ക് കുത്തി ഇറങ്ങിയിരുന്നു. അങ്ങനെയാണ് ബ്ലഡ് വന്നത്. ഉടൻ തന്നെ എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നെങ്കിലും അതിനോടകം ഫാദർ വിക്സ് മരണപ്പെട്ടിരുന്നു. ആക്ച്വലി കൊല്ലപ്പെട്ടിരുന്നു. ഇതൊരു കൊലപാതകം തന്നെ ആവാനാണ് സാധ്യത. അല്ലാതെ ഫാദർ വിക്സ് സ്വന്തം മുതുകത്ത് കത്തി കുത്തി കയറ്റതില്ലല്ലോ. അഥവാ ഇനിയിപ്പോൾ അയാൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണെങ്കിലും ഇങ്ങനെ മുതുകത്ത് കത്തി കുത്തി കയറ്റുന്ന അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വഴി സ്വീകരിക്കുമായിരുന്നല്ലോ. എങ്ങനെയൊക്കെ നോക്കിയാലും ഇതൊരു കൊലപാതകം തന്നെയാണ്. ഇനി ആരാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. കേസ് അന്വേഷിക്കാൻ വരുന്നത് നമ്മുടെ മിലേച്ചിയാണ്. ചേച്ചിയുടെ ക്യാരക്ടറിന്റെ പേര് ജെറാൾഡീൻ. ഇവിടുത്തെ ലോക്കൽ ചീഫാണ്. ഈ ടൗണിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് ആദ്യം അന്വേഷിക്കേണ്ടത് ഇവരൊക്കെയാണ്. മണിക്കൂറുകളോളം പള്ളിയിലുണ്ടായിരുന്ന പലരെയും ചോദ്യം ചെയ്ത് ഒടുക്കം നമ്മുടെ മിലേച്ചി എത്തുന്ന ഉത്തരം മോസ്റ്റ് പ്രോബബ്ലി ഈ കൊലപാതകം ചെയ്തത് ഫാദർ ജഡ് ആയിരിക്കുമെന്നാണ്. സംഭവം നടക്കുമ്പോൾ ഫാദർ വിക്സിനോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നത് ജഡാണ്. ഫാദർ വിക്സ് ആ റൂമിൽ വീണ് കഴിഞ്ഞ് ആദ്യം അവിടേക്ക് കയറുന്നതും ഫാദർ ജഡാണ്. ബാക്കിയുള്ളവർ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഫാദർ വിക്സിന്റെ ശരീരത്ത് കത്തി കുത്തി ഇറക്കാനും സാധിക്കും. ഇദ്ദേഹം തന്നെ പ്ലാൻ ചെയ്തൊരു മർഡർ. ഫാദർ വിക്സിനെ ഏതോ തരത്തിൽ ബോധം കെടുത്തി അദ്ദേഹം ബോധം കെട്ട് അവിടെ വീണ് കഴിഞ്ഞപ്പോൾ നേരെ ആ റൂമിനകത്ത് കയറി ബാക്കിയുള്ളവർ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തി യൂസ് ചെയ്ത് ഫാദർ വിക്സിന്റെ പുറത്ത് കുത്തുകയായിരുന്നു എന്നൊരു അനുമാനത്തിലെത്തുവാണ്. ആ സമയത്ത് പള്ളിയിൽ ഉണ്ടായിരുന്നവരിൽ വിക്സിനോട് കുറച്ചെങ്കിലും അമർഷമുണ്ടായിരുന്നത് ജഡിന് മാത്രമാണല്ലോ. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ജഡ് തന്നെയാണ് സംശയത്തിന്റെ നിഴലിൽ. ഏകദേശം ഇവൻ അകത്താകുമെന്ന് ഉറപ്പായി. തെളിവുകളൊക്കെ ജഡിനെതിരാണ്. ഊശാന ദിവസം ഫാദർ വിക്സുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും ഫാദർ വിക്സ് സഭയ്ക്കൊരു ക്യാൻസറാണ്, അത് താൻ അറുത്തു മാറ്റുമെന്നൊക്കെ പറയുന്നത് പൊളിറ്റീഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്ന റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തിരുന്നു. വിക്സിന്റെ ക്ലോസ് സർക്കിളിലുള്ളവരൊക്കെ ജഡിനെതിരെ മൊഴി കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി തനിക്ക് രക്ഷപ്പെടാൻ പറ്റണമെന്നില്ല. താൻ ചെയ്യാത്ത കുറ്റത്തിനകത്ത് പോകുമെന്ന് മനസ്സിലാക്കിയ ജഡ് ആവട്ടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടന്ന് പള്ളിയിൽ വന്നു. ഈസ്റ്റർ ദിവസമാണ്. ഇന്നിവിടെ കുർബാനയൊന്നുമില്ല. ഈ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടെ എത്തി. നമ്മുടെ ഹീറോ ബെനോയിറ്റ്. ഹലോ പ്രീസ്റ്റ്. എന്ത് വലിയ പള്ളിയല്ലേ. ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജഡ് അദ്ദേഹത്തിന്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തോന്ന്, ആരുടെ പ്രസൻസ്? യു മീൻ നിങ്ങളുടെ ദൈവത്തിന്റെ പ്രസൻസ്. റൈറ്റ്. ഉടനെ ജഡിന്റെ അടുത്ത ചോദ്യം. ഇതാണ് ഹൈലൈറ്റ്. നിങ്ങളൊരു കത്തോലിക്കാരനല്ലേ? കൊള്ളാം. കൊലക്കേസിൽ വിട്ട് അകത്ത് പോകുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു ചോദ്യം. അല്ലല്ല, ഞാൻ കത്തോലിക്കനൊന്നുമല്ല. ഹെറിറ്റിക്, പ്രൗഡ് ഹെറിറ്റിക്. ബെനോയിറ്റ് ബ്ലാങ്ക് ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ തുറന്നു പറഞ്ഞ് വിശ്വാസിക്ക് കൊള്ളുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങി. പതിയെ ഇവനെ കംഫർട്ടബിൾ ആക്കി എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കാൻ വന്നപ്പോൾ നമ്മുടെ മിലേച്ചി ഇടയ്ക്ക് കയറി വന്ന് നശിപ്പിച്ചു. ബ്ലാങ്ക്, ഇതെന്താ ചെയ്യുന്നേ? ഇതുവരെ കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞ് അകത്ത് കയറി വന്നു. അതോടെ ഇങ്ങേരൊരു ഡിറ്റക്റ്റീവ് ആണെന്നുള്ള കാര്യം ജഡിനും മനസ്സിലായി. അത് പിന്നെ കുഞ്ഞെ ഇവിടെ ഒരു കൊലപാതകമാണല്ലോ നടന്നിരിക്കുന്നത്. എന്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നീ സഹകരിച്ചാൽ നമുക്ക് ഇതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ റൈറ്റ്. ഇദ്ദേഹം പറഞ്ഞ് കൺവിൻസ് ചെയ്തതുകൊണ്ട് ഫാദർ ജഡും ഇദ്ദേഹത്തിനൊപ്പം ചെല്ലുന്നു. ഫാദർ വിക്സിന്റെ മൃതശരീരമൊക്കെ വിശദമായി പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ മരണകാരണം കത്തി കുത്തി ഇറങ്ങിയിരിക്കുന്നതാണെന്ന് വ്യക്തമാണ്.
ശരീരമാണ്. നോക്ക്, ഇതൊരു ശരീരമാണ്, അല്ലാതെ നീ പഠിച്ചിട്ടുള്ള കഥകളിലെ ഒരു മോൺസ്റ്റർ ഒന്നുമല്ല. ജസ്റ്റ് ഫ്ലഷ് ബ്ലഡ് ഉള്ളൊരു ശരീരം. നോക്ക്, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വിഗിളി ചലിക്കുന്ന കണ്ട. കൊള്ളാലോ, കൈയെടുക്കാനേ തോന്നുന്നില്ല. എന്തൊരു സുഖം. ഇതെന്താണിത് ഇട്ട് ഞെക്കി കളിക്കുന്ന? ഇതൊരു ഡെഡ് ബോഡി ആണെന്നുള്ള മര്യാദയെങ്കിലും കാണിക്കടേ. ഇങ്ങനെ ഈ കാണിക്കുന്ന അവതാറൊക്കെ കണ്ടിട്ട് മിലേച്ചി ഇടയ്ക്ക് കയറി ഇമാതിരി അവതാർ കാണിക്കാനല്ല നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞു. യാ റൈറ്റ് നേഴ്സ്, നിങ്ങളൊന്ന് വരുമോ? ഈ ഇറച്ചി ഒന്ന് തിരിച്ചിടുവോ? അവരവട്ടെ ദോശയും പൊറോട്ടയൊക്കെ തിരിച്ചിടുന്ന മാതിരി വിക്സിന്റെ ബോഡിയും തിരിച്ചിട്ടു. പാവം നമ്മുടെ ജഡ്ഡിന് ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും പറ്റിയില്ല. ഇല്ലില്ല, പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ എന്നും പറഞ്ഞ് ഇദ്ദേഹം സഹകരിക്കാതെ മാറിപ്പോയപ്പോൾ നമ്മുടെ മിലേച്ചിയും ബ്ലാങ്കും കൂടി ഇദ്ദേഹത്തെ പിന്നെയും കൺവിൻസ് ചെയ്തു. റിയൽ കില്ലർ പുറത്തുണ്ട്, അതാരാണെങ്കിലും രക്ഷപ്പെടാൻ സമ്മതിക്കരുത് ഫാദർ. ബി എ ഫാദർ, ഇത് നിങ്ങളുടെ കർത്തവ്യമാണ്. ശരി, ഓൾ റൈറ്റ്, എന്നാൽ കൊലപാതകയെ കണ്ടുപിടിക്കാൻ പോവാം. ഏതായാലും മൃതദേഹം അനലൈസ് ചെയ്തു, ഇനിയിപ്പോൾ മർഡർ വെപ്പൺ അനലൈസ് ചെയ്യണം. വിക്സിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും കൊണ്ട് ബാറിൽ നേരത്തെ എടുത്തൊരു ഫോട്ടോ ബ്ലാങ്കിന് ഇവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഫോട്ടോയും ഇപ്പോൾ ബാറിലുള്ള കാര്യങ്ങളും ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഫോട്ടോയിലുള്ള ഒരു ബാഗ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അത് കണ്ട് നമ്മുടെ ജെഡ് ബാഗ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഡോക്ടർ നാറ്റ് ഇവിടെയുള്ള കാര്യം ഇവൻ ശ്രദ്ധിക്കുന്നത്. ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം കേട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഒളിച്ചിരിക്കുമായിരുന്നു. ഇയാളെ ഇവർ കണ്ടുപിടിച്ചതും നേരെ നമ്മുടെ ജെഡിന്റെ അടുത്ത് നിന്ന് അവനോടങ്ങ് ദേഷ്യപ്പെട്ടു. അവനൊരു കൊലപാതകി പ്രീസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയി. നാറ്റ് മാത്രമല്ല, വിക്സിനോട് ക്ലോസ് ആയിരുന്നവരൊക്കെ ഇപ്പോൾ ഫാദർ ജെഡിനോട് ഇങ്ങനെയാണ്. അവരൊക്കെ കരുതുന്നത് ഫാദർ ജെഡാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ്. ഇവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ച് ജെഡാണ് കൊലപാതകം ചെയ്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഒരു മുറിക്കുള്ളിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒരു കൊലപാതകത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലുണ്ട്, ജോൺ ഡിക്സൺ കാറിന്റെ ദ ഹോളോ മാൻ. ആ ഒരു ബുക്ക് റെഫറൻസ് ആയിട്ട് എടുത്ത് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാമെന്നാണ് നമ്മുടെ ബ്ലാങ്ക് പറയുന്നത്. ബുക്ക് വായിക്കണമെന്നുണ്ടോ? ഞാൻ ഇവിടെ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്തേക്കാം. എനിക്ക് കമ്മീഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പിള്ളേരും മുതിർന്നവരും ഒക്കെ പഠിച്ച് വളരട്ടെ, നല്ല നല്ല കഥകൾ വായിച്ച് ശീലിക്കട്ടെ. ബുക്കിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ബുക്കാണ്. ഇവർ തന്നെ ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. സഫയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്ന ബുക്സിൽ ഈ ഹോളോമാനും ഉണ്ട്. ഇത് ഒരെണ്ണം മാത്രമല്ല, ഹൂസ് ബോഡി, ദ മേർഡേഴ്സ് ഇൻ ദ റൂ മോർഗ്, ദ മർഡർ ഓഫ് റോഗർ റക്രോയിഡ്, ദ മർഡർ അറ്റ് ദ വിക്കറേജ്. ഓർഡർ ചെയ്തിരിക്കുന്നത് എല്ലാം കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക്. ഒരു ക്രൈം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആരോ പഠിച്ചിട്ടുള്ള പോലെ. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ബുക്കിലുള്ള പോസിബിലിറ്റീസ് വെച്ച് ഇനി അന്വേഷിക്കാമല്ലോ. ഇവരൊക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവിടുന്ന് മാറിപ്പോകുമ്പോൾ മാർത്ത എവിടെയോ ഒളിച്ചു നിന്ന് ഇതൊക്കെ നോക്കി കാണുന്നതായിട്ടും കാണിച്ചു തരുന്നുണ്ട്. ആദ്യമേ തന്നെ ഈ പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് പുറകെ നിന്നൊക്കെ കയറി വന്ന് ഞെട്ടിക്കുന്ന ഒരു ശീലമാണ്. വിക്സ് മരിച്ചതിന് ശേഷം പിന്നെയും ആ ഭ്രാന്ത് കൂടി. അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും, അദ്ദേഹം വീണ്ടും ജീവനോട് വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അമ്മച്ചി ആകെ കിളിപോയ അവസ്ഥയിലാണ്. ചെറുപ്പം മുതലേ പള്ളിയിലാണല്ലോ, പള്ളിയിൽ നിന്ന് പഠിച്ചതൊക്കെ പണി കൊടുത്തോ എന്തോ. ഇവിടെ നമ്മുടെ ബ്ലാങ്കും ജെഡും മിലേച്ചിയും പള്ളിയിലെത്തി കൊലപാതകം നടന്നിരിക്കാനുള്ള സാധ്യതകൾ വിവരിക്കുവാണ്. ബുക്കിൽ പറയുന്ന 1, 2, 3 പോസിബിലിറ്റീസ് ഒക്കെ വിശദമായിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. ബട്ട് ഒന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. വിക്സ് വീഴുന്ന ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ പുറത്ത് കത്തി കുത്തി ഇറങ്ങിയിരുന്നു. അദ്ദേഹം നിന്ന റൂമിൽ രഹസ്യ വഴികളൊന്നുമില്ല. കത്തി എവിടെന്നെങ്കിലും തെറിച്ച് വന്ന് കുത്തിക്കയറിയതാണോ? അങ്ങനെയാണെങ്കിലും ചെറിയൊരു ഗ്യാപ്പെങ്കിലും കാണേണ്ടതല്ലേ? പോലീസിന്റെ അന്വേഷണത്തിൽ ഈ റൂമിൽ നിന്ന് 2 ചെറിയ ത്രെഡുകൾ, ചെറിയ നൂലുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചുവന്ന കളറിലുള്ള ഈ നൂലുകൾ എന്താണ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഫാദറിന്റെ ഡ്രസ്സിൽ നിന്ന് വീണതാവും. അദ്ദേഹത്തിന്റെ ആ ഒരു കുപ്പായമൊക്കെ റെഡ് ആയിരുന്നു. എന്നാലും ഇത് എങ്ങനെയായിരിക്കാം കൊലപാതകം നടന്നത് എന്നിങ്ങനെ കാര്യമായിട്ട് ഇവർ ചിന്തിക്കുമ്പോഴാണ് മാർത്തതേ പള്ളിയിൽ വന്ന് കുമ്പിട്ട് കരയുന്നത്. പുള്ളിക്കാരി ആകെ ഒരുമാതിരി കിളിപോയ അവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ. പള്ളി ഒരു വിശുദ്ധ സ്ഥലമാണ്, ഇവിടെ വന്നിങ്ങനെ കേസ് അന്വേഷിക്കുകയാണോ ചെയ്യേണ്ടത്? റോബോട്ടുകളെ കണക്ക് കുറെ പോലീസുകാർ വന്ന് എന്തൊക്കെയോ പറയുന്നു. ഇത് പള്ളിയെയും ദൈവത്തെയും അവമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ. ജഡ് അവരെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുള്ളിക്കാരി ഇവന് നേരെ കൈയൊക്കെ ചൂണ്ടിയിട്ട് എല്ലാവരും ജഡിനെ തന്നെ പോയിന്റ് ചെയ്ത് അവൻ ഇഷ്ടപ്പെടുവോ? ദേഷ്യപ്പെട്ട് പുള്ളിക്കാരൻ അവരുടെ കൈക്കിട്ടൊരു അടി കൊടുത്ത് സോറിയും പറഞ്ഞ് പള്ളിയുടെ തൊട്ടടുത്തുള്ള സാമിന്റെ വീട്ടിൽ കയറി ചെന്ന ആ ഒരു ദേഷ്യത്തിൽ അദ്ദേഹത്തിന്റെ പഞ്ചിങ് ബാഗിൽ പഞ്ച് ചെയ്യുന്നു. സാം ആവട്ടെ അവിടെ ബേസ്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ഒരു കടുത്ത ആരാധകനാണെന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ബേസ്ബോൾ മാച്ച് കണ്ടായിരുന്നോ? കണ്ടില്ല എന്നാണ് ഉത്തരം. ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് മാർത്ത മാച്ച് കാണാൻ സമ്മതിച്ചില്ല. എന്നാൽ ഇദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അന്നത്തെ മാച്ച് റെക്കോർഡ് ചെയ്ത കാസറ്റും എടുത്ത് ഫാദർ ജഡ് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ റൂമിനകത്ത് വെച്ച് വിക്സ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പുറത്ത് കത്തി കുത്തി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നേരിട്ട് വന്ന് അദ്ദേഹത്തിന്റെ പുറത്ത് കത്തി കുത്തിയതാവാൻ സാധ്യതയില്ല. ഓൾറെഡി അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിവൈസ് സെറ്റ് ചെയ്ത് വെച്ച് റിമോട്ട്ലി അതിനെ കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാവാം. ഈഫ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു റിമോട്ട് സിഗ്നൽ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ പള്ളിക്ക് ഇത്രയും അടുത്ത് വീടുള്ള സാമിന്റെ വീട്ടിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്യാനിട്ടിരുന്ന ഈ മാച്ചിലും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്ലിച്ച് വന്നിട്ടുണ്ടാവണം. അവിടെ ഒരു ഇന്റർഫറൻസ് സംഭവിച്ചിട്ടുണ്ടാവണം. പഴയ TV ഒക്കെ അല്ലേ, റേഡിയോ സിഗ്നൽ വരുമ്പോൾ തീർച്ചയായും ചെറിയൊരു ഗ്ലിച്ച് അതിൽ ഉണ്ടായിട്ടുണ്ടാവണം. ജഡിന് ഇപ്പം ഇങ്ങനെ സംശയം തോന്നാൻ കാരണം ദൈവം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവൻ സംശയിച്ച പോലെ തന്നെ ആ വിഷ്വലിൽ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഗ്ലിച്ച് ആവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫാദർ വിക്സിനെ കൊലപ്പെടുത്താൻ വേണ്ടി ആരോ എന്തോ ഒരു എക്യുപ്മെന്റ് ഓർ ഡിവൈസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് റിമോട്ട്ലി അത് കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് കത്തി കുത്തിയിറക്കുമായിരുന്നു. ഇതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് അന്ന് പള്ളിയിൽ ഈ ശുശ്രൂഷകളൊക്കെ നടക്കുന്ന സമയത്ത് പൊളിറ്റീഷ്യൻ സൈ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവൻ റെക്കോർഡ് ചെയ്ത വിഷ്വൽസും ഈ ബേസ്ബോൾ മാച്ചിന്റെ വിഷ്വൽസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ ആവശ്യപ്പെട്ടു. കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ആകെ പോകെ കിട്ടിയ ഈ ലീഡ് ഒന്നും അല്ലാതായി. കാരണം വിക്സിന്റെ പുറത്ത് കത്തി കുത്തിയിറങ്ങി അങ്ങേര് നിരത്ത് വീണതിന് ശേഷമാണ് ഈ ബേസ്ബോൾ മാച്ചിനിടയ്ക്ക് ഗ്ലിച്ച് ഉണ്ടാകുന്നത്. അതായത് ആരെങ്കിലും റിമോട്ട്ലി കൺട്രോൾ ചെയ്ത് വിക്സിനെ കുത്തിക്കൊന്നതാണെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും RF ഇന്റർഫറൻസ് കാരണമല്ല ബേസ്ബോൾ മാച്ചിനിടയ്ക്ക് ഗ്ലിച്ച്
ഉണ്ടായത്. അത് മറ്റെന്തോ കാരണത്താൽ ഉണ്ടായതാണ്, ഒരു പക്ഷേ സിഗ്നൽ ഇഷ്യൂ ആയിരിക്കാം. ഇങ്ങനെയായപ്പോൾ ബ്ലാങ്ക് ജെഡിനെ വിളിച്ചുകൊണ്ട് പോയി ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് പറ്റുന്ന പോലെ, ജെഡിനെ കൊണ്ട് സാധിക്കുന്ന പോലെ വിശദമായിട്ട് എഴുതാൻ പറയുവാണ്. ജെഡ് എങ്ങനെ ഇവിടെ എത്തി, എന്തൊക്കെയാണ് അവനിവിടെ മനസ്സിൽ സംഭവങ്ങൾ എല്ലാം വിശദമായി വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു പൊരുത്തക്കേട് നമ്മുടെ ബ്ലാങ്ക് നോട്ടീസ് ചെയ്തു. അന്ന് വിക്സ് മരിച്ചു കഴിഞ്ഞ് പള്ളിയിലുണ്ടായിരുന്നവർ അദ്ദേഹത്തിന്റെ മൃതദേഹവുമായിട്ട് പുറത്തു വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഫാദർ ജെഡ് പുറത്തു വരുന്നത്. ആ ഒരു ടൈമിൽ എന്താണ് സംഭവിച്ചത്? ഇവൻ ഇപ്പൊ എഴുതി കൊടുത്ത ഈ കത്തിലും പോലീസ് വരുന്നതിന് കുറച്ച് മുമ്പ്, പോലീസ് വരുന്നതിന് അല്പം മുമ്പ് അവൻ പുറത്തു വന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ വിക്സിന്റെ ഒരു രഹസ്യം നമ്മുടെ ജെഡിന് അറിയാം. വിക്സ് ഒരു മദ്യപാനിയായിരുന്നു. എല്ലാ കുർബാനയ്ക്കിടയ്ക്കും ഇങ്ങനെ ചെറിയ റൂമിൽ കയറി മദ്യപിക്കുന്നത് നമ്മുടെ ജെഡ് കണ്ടിട്ടുണ്ട്. വൈദികൻ ഇങ്ങനെ തുടർച്ചയായിട്ട് മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറയാനൊന്നും പറ്റില്ല. എന്നാലും സാമിനെ പോലെ മുഴുകുടിയനായിരുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്നൊക്കെ പുറത്ത് കൊണ്ടുവന്ന് സാമിന്റെ മദ്യപാനമൊക്കെ മാറ്റി പുള്ളിക്കാരൻ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത വ്യക്തി തന്നെ ഇങ്ങനെ കുടിക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? അന്ന് ഗുഡ് ഫ്രൈഡേ ദിവസവും ആ റൂമിനുള്ളിൽ പോയ വിക്സ് മദ്യപിച്ചിരുന്നു. വിക്സ് കൊല്ലപ്പെട്ട് താഴെ വീണു. ജെഡ് അകത്ത് കയറി നോക്കുമ്പോൾ ആ വാതിലിന്റെ തൊട്ട് പുറകിലായിട്ട് ഇയാൾ കുടിക്കാൻ യൂസ് ചെയ്ത ഒരു ചെറിയ ഫ്ലാസ്ക് കാണാം. വിക്സിന്റെ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾ ഇത് കാണണ്ടെന്ന് വിചാരിച്ച് ഫാദർ ജെഡ് ഡോക്ടർ അകത്ത് കയറുന്ന സമയം നൈസായിട്ട് ആ വാതിൽ കുറച്ചുകൂടെ ക്ലോസ് ചെയ്ത് വെച്ചു. ദെൻ അവർ ഫാദർ വിക്സിന്റെ ബോഡിയും എടുത്ത് പുറത്തിറങ്ങുന്ന സമയം മറ്റുള്ളവരാരും കാണാതെ ജെഡ് അകത്ത് കയറി ആ ഒരു ഫ്ലാസ്ക് എടുക്കുമായിരുന്നു. ഈ സംഭവം ഒളിപ്പിച്ചു വെച്ചത് വിക്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിലും ഈ കേസിൽ മേ ബി ഇതൊരു പ്രധാനപ്പെട്ട തെളിവായി കൂടെ. തുടർന്ന് വിക്സ് സ്ഥിരമായി മദ്യപിക്കാൻ യൂസ് ചെയ്തിരുന്ന അന്ന് നമ്മുടെ ജെഡ് എടുത്തു വെച്ച ഫ്ലാസ്ക് ഇവർ തിരയുന്നു. എത്ര തിരഞ്ഞിട്ടും ജെഡ് അത് എവിടെയാണ് വെച്ചതെന്ന് അവന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മറ്റാരോ ജെഡിന്റെ മുറിയിൽ കടന്നു കയറി ഇവൻ കൊണ്ടുവച്ച ഫ്ലാസ്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കില്ലർ നിസ്സാരക്കാരനല്ല. എല്ലാ തരത്തിലും ഇവരെ എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്ന, ഇവർ ഓരോരുത്തരും ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച ഒരു വ്യക്തി. എന്നാലും ആരായിരിക്കും അത്? ഇത്ര ബുദ്ധിമാനായ അയാളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ശേഷം അടുത്ത ദിവസം വിക്സിന്റെയും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. അദ്ദേഹത്തിന്റെ മുത്തശ്ശിനെ അടക്കി അതേ കല്ലറയിൽ അദ്ദേഹത്തെയും അടക്കി. ആളുടെ ക്ലോസ് സർക്കിളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മുഖത്തൊക്കെ ആ ഒരു വിഷമം പ്രകടമാണ്. അതിലും മാർത്ത ഇദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള മട്ടിലാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. കുറേ നേരം പുള്ളിക്കാരി മൃതദേഹത്തോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. അത്രയും നേരം പറഞ്ഞത് നിങ്ങൾ തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ. അമ്മച്ചിക്ക് ശരിക്കും ഭ്രാന്തായി പോയി. ട്രീറ്റ്മെന്റ് വേണ്ട അവസ്ഥയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെല്ലാം ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവും ജെഡും കൂടെ ഫാദറിന്റെ ക്ലോസ് സർക്കിളിലുള്ള ഇവരോടൊക്കെ സംസാരിക്കാൻ വന്നു. അന്ന് ഫാദർ വിക്സും ഈ ആളുകളൊക്കെ കൂടി മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ജെഡ് ഇങ്ങോട്ട് വന്ന് കയറുകയും ഫാദർ വിക്സ് അവന് നേരെ ബുക്ക് എടുത്തെറിഞ്ഞ് അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അന്ന് എന്തൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചത് എന്ന് അറിയണം. ഡിറ്റക്റ്റീവ് ഇവരെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യാനാണ് വന്നത്. ഒന്നുമില്ല, സിമോൺ എണീച്ച് നടന്നത് കണ്ട് അത്ഭുതമാണെന്ന് കരുതി പുള്ളിക്കാരി അലറി വിളിച്ചതാണ്. സിമോൺ എപ്പോഴും വീൽ ചെയറിലാണല്ലോ. പുള്ളിക്കാരിക്ക് ക്രോണിക് പെയിൻ കാരണം വീൽ ചെയറിൽ ഇരിക്കുന്നതേ ഉള്ളൂ, നടക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരെ ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് സംഭവിച്ച മാറ്റർ സംസാരിക്കാൻ ഇവർക്ക് എന്തോ താല്പര്യമില്ലെന്ന്. അത് ഇവരെ എല്ലാവരെയും അഫക്റ്റ് ചെയ്യും, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. എന്നാൽ നമ്മുടെ സൈ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. ജഡ്ഡും ഡിറ്റക്റ്റീവും തൊട്ടടുത്ത റൂമിൽ കയറി വാതിലടച്ച് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കുന്നു. നമ്മുടെ വീരയുടെ സ്റ്റെപ്പ് ബ്രദർ സൈയെ പറ്റി ഇത്രയും നാൾ അവൾ കരുതിയിരുന്നത് അവളുടെ അച്ഛന് മറ്റേതോ സ്ത്രീയിലുണ്ടായ ഒരു മകൻ, അത്രേ ഉള്ളൂ. വീരയ്ക്ക് അഡ്വക്കേറ്റായി പുറത്തു പോയി ജോലിയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും ഈ പയ്യനെ വളർത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി ഈ നഗരത്തിൽ, ഈ ടൗണിൽ അങ്ങ് ട്രാപ്പായി പോകായിരുന്നു. ഇത്രയും നാൾ ഒന്നുമില്ലെങ്കിലും സ്വന്തം ചോരയില്ലേ എന്ന് കരുതി അവൾ ഇതൊക്കെ സഹിച്ചു. ബട്ട് അറ്റ് ലാസ്റ്റ് ഇപ്പോഴാണ് അറിയുന്നത് ഈ സൈ ശരിക്കും ഇവളുടെ സ്റ്റെപ്പ് ബ്രദർ ഒന്നുമല്ല, പകരം ഇവിടുത്തെ ഫാദർ വിക്സ് ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന് മറ്റേതോ സ്ത്രീയിലുണ്ടായ മകനാണെന്ന്. വിക്സിന്റെ മോനാണ് സൈ. 30 വർഷം മുമ്പ് വിക്സ് പരിചയപ്പെട്ട ഒരു സ്ത്രീ, അന്ന് ഒരു രാത്രി സംഭവിച്ച ബന്ധത്തിലുണ്ടായ കുട്ടി. ഇദ്ദേഹം ഒരു വൈദികനാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വിക്സും അന്നത്തെ ഇദ്ദേഹത്തിന്റെ അറ്റോർണി ആയിരുന്ന വീരയുടെ അച്ഛനും കൂടി ഈ രഹസ്യം മറച്ചു വെച്ച് രഹസ്യമായി സൈയെ ഏതാണ്ട് 10 വർഷത്തോളം വളർത്തി. പിന്നീട് വീരയുടെ അച്ഛന്റെ തന്നെ കുഞ്ഞാണ് സൈ എന്ന് വരുത്തി തീർത്ത് വീരയുടെ കൂടെ ഇവനെ വളർത്തുമായിരുന്നു. ഇവനെ വളർത്താൻ അവളെ ഏൽപ്പിക്കുമായിരുന്നു. ഈ രഹസ്യം പുറത്തറിഞ്ഞാൽ വിക്സിന് മാത്രമല്ല പ്രശ്നം, സഭയ്ക്ക് ആകെ മൊത്തത്തിൽ നാണക്കേടാണ്. ഇപ്പൊ പോലും ഈ രഹസ്യം പുറത്തറിയാതെ നോക്കണം. അതുകൊണ്ട് ഇവർ പലരും ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല എന്ന് പറയുന്നുണ്ട്. വിക്സിന്റെ കൂടെ നിൽക്കുമെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വിക്സ് ഉടനെ കളം മാറ്റി ചവിട്ടി. ഇവരെല്ലാവരെയും പുള്ളിക്കാരനങ്ങ് ഭീഷണിപ്പെടുത്തി. അങ്ങേർക്ക് ഭീഷണിയാവുന്നൊരു സാഹചര്യം വന്നാൽ കൺട്രോൾ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേര് ചുമ്മാതിരിക്കൂ. ഡോക്ടറിനായിട്ട് ഒരുപാട് മദ്യപിക്കാറുണ്ട്, മദ്യപിച്ച് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ പുറത്തറിയിച്ചു കഴിഞ്ഞാൽ ഇങ്ങേരുടെ ഭാവി തകരും. സൈഫൈ റൈറ്റർ ലീ അങ്ങേരുടെ ബുക്സ് വെറും പഴമാണെന്ന് പറഞ്ഞ് ചവിട്ടി കൂട്ടുന്നുണ്ട്. വീരയാവട്ടെ അവളുടെ അച്ഛന് തന്നെ ഒരു അപമാനമായിരുന്നു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നെ സിമോൺ ഇത്രയും നാൾ അവളുടെ രോഗം ഭേദമാകുന്ന ഒരു ഇങ്ങേരുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങേര് ഇപ്പൊ സത്യം പറയാണ്, അങ്ങനെയൊന്നും നിനക്ക് രോഗം ഭേദമാകാൻ പോകുന്നില്ല, നിന്റെ പണം ഞാൻ പിടുങ്ങിയത് തന്നെയാണ്. ഈ വേദന സഹിച്ച് ഒരത്ഭുതവും നടക്കാതെ ആ ചേറിലിരുന്ന് നീ ചാകത്തേ ഉള്ളൂ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഇവരെ എല്ലാവരെയും വെറുപ്പിച്ച് തർക്കിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഫാദർ ജെഡ് അങ്ങോട്ട് കയറി ചെല്ലുന്നതും ഇങ്ങനെ പുസ്തകം എടുത്തെറിഞ്ഞ് അവനെ ഓടിക്കുന്നതും. ഈ വരുന്ന ഈസ്റ്റർ ദിവസം എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയാൻ പോവാണ്, അതോടെ എല്ലാം അവസാനിക്കുമെന്ന് ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫാദർ ഇവിടുന്ന് പോയത്. അതായത് ഇവർക്കെല്ലാവർക്കും ഫാദറിനോട് ദേഷ്യം തോന്നാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നാണ് ഫാദറിനെ കൊന്നത്. അല്ലെങ്കിൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രശ്നമാവാൻ സാധ്യതയുള്ളവരോ അല്ലെങ്കിൽ കൂട്ടത്തിൽ അതിബുദ്ധിമാനായ ഒരാൾ ഒറ്റയ്ക്കോ ആണ് ഫാദറിനെ കൊന്നത് എന്ന് വ്യക്തം. ഇവിടെ
ഇവിടെ കൊണ്ടും ഈ കഥ തീരുന്നില്ല. അന്ന് വിക്സ് ആണ് തന്റെ അച്ഛനെന്ന് മനസ്സിലാക്കിയതും സൈ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് ആദ്യം തന്നെ ചെന്ന് സംസാരിച്ചിരുന്നു. എത്രയോ നാളായി ഈ പള്ളിയിൽ തന്നെ ഇങ്ങനെ ജീവിച്ചു വരുന്ന വിക്സ് ഈ ജീവിതമേ മടുത്തു തുടങ്ങിയിരുന്നു. മറ്റെങ്ങോട്ടെങ്കിലും പോയി അടിപൊളിയായി ജീവിക്കണമെന്ന് അങ്ങേർക്ക് ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്ന സാമ്പത്തിക പ്രശ്നം അങ്ങേർക്ക് ഇപ്പോൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന്. കാരണം ഇദ്ദേഹത്തിന്റെ മുത്തശ്ശനുണ്ടായിരുന്ന ആ ഒരു വലിയ സ്വത്തുണ്ടല്ലോ, കോടികൾ വിലമതിക്കുന്ന സ്വത്ത്, അതെവിടെയാണെന്ന് വിക്സിന് മനസ്സിലായി. വിക്സ് ആ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ പോവാണ് എന്ന് നമ്മുടെ സൈയോട് പറഞ്ഞിരുന്നു. ഇവനാണെങ്കിലും പൊളിറ്റിക്സിൽ ഒരു ഭാവി നോക്കുന്നവനാണ്. സോ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്നാൽ, അച്ഛനും മകനും ഒന്നിച്ച് പരിശ്രമിച്ചാൽ രണ്ടുപേരുടെയും കഴിവ് ഉപയോഗിച്ച് വേറെ ലെവൽ ഒരു എംപയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു. ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് അതുവരെ ഫാദർ വിക്സിനോട് ചേർന്ന് നിന്ന ആളുകളെ, അദ്ദേഹത്തിന്റെ ക്ലോസ് സർക്കിളിലുള്ളവരെയൊക്കെ ഇദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് വെറുപ്പിച്ചത്. കോടികൾ വിലമതിക്കുന്ന സ്വത്തും കൊണ്ട് എവിടെയെങ്കിലും പോയി ആർഭാടമായിട്ട് ജീവിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെറും 5 ദിവസത്തിനുള്ളിൽ ഫാദർ വിക്സ് വടിയായി. അച്ഛൻ തട്ടിപ്പോയെങ്കിലും മകൻ ആ സ്വത്ത് വേണം, സൈക്ക് ആ സ്വത്ത് കിട്ടണം. ഒരുപാട് പണം ഉണ്ടെങ്കിൽ ആളുകൾ എന്താ ചെയ്യുക? ഒരു സ്വിസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ സേഫ് ആയിട്ട് വെച്ചിരിക്കും. പ്രോബബ്ലി വിക്സിന് ഒരു സ്വിസ് അക്കൗണ്ട് ഉണ്ടാവും. അതിന്റെ അക്കൗണ്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ സ്വത്തും സൈക്ക് സ്വന്തമാക്കാൻ പറ്റും. കുറേയായി ഇപ്പോഴും സൈ അക്കൗണ്ട് നമ്പർ തിരയുവാണ്. ഒരുപാട് തിരഞ്ഞു, ഇതുവരെയും അങ്ങനെ ഒരു അക്കൗണ്ടോ അക്കൗണ്ട് നമ്പറോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇടയ്ക്കിടെ വിക്സ് ഈവ്സ് ആപ്പിൾ എന്ന ടേം യൂസ് ചെയ്യുമായിരുന്നു. ആ ഒരു ടേം എന്തിലേക്കോ ഉള്ള ഹിന്റ് ആണെന്ന് കരുതുന്ന സൈ അതിനെപ്പറ്റിയും കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെയും അതിലും വ്യക്തമായ ഒരു ക്ലൂ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. സൈ കുറേ തിരഞ്ഞിട്ടും കാര്യമുണ്ടായില്ല. ഡിറ്റക്റ്റീവിനോട് ഇങ്ങേരായിട്ട് അത് കണ്ടുപിടിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങേർക്കും ഗുണമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അവൻ പോയതും ഡിറ്റക്റ്റീവും ജഡ്ഡും ഓടി വന്ന് അവിടെയുള്ള ജീസസിന്റെ ആ ഒരു ക്രിസ്റ്റൽ ബോൾ എടുത്തു. ഇതിൽ ഈവ്സ് ആപ്പിൾ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ വിക്സ് ഇത്രയും നാൾ പറഞ്ഞ ഈവ്സ് ആപ്പിൾ ഇത് തന്നെ ആയിരിക്കാം. അത് മുഴുവൻ വിശദമായി പരിശോധിച്ചു. കീറി മുറിച്ച് എല്ലാം ഇളക്കി പരിശോധിച്ചിട്ടും അതിലൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ജീസസിന്റെ നല്ലൊരു സ്റ്റാച്ചു ആയിരുന്നു. അതും തല്ലി പൊട്ടിച്ച് അതിനകത്ത് നോക്കിയിട്ടും കാര്യമുണ്ടായില്ല. അതിലെങ്ങും ഒന്നുമില്ല, ഒരു തെളിവും ബാക്കിയില്ല. ഇതിപ്പോ ഒരുമാതിരി സിറ്റുവേഷൻ ആണല്ലോ. പ്രധാനപ്പെട്ട എന്തെങ്കിലും ലീഡ് കിട്ടും, അന്വേഷിച്ച് ചെല്ലുമ്പോഴോ ഉള്ളി പൊളിച്ച അവസ്ഥയും. അന്നേരമാണ് ഫാദർ ജഡ് കല്ലർ തുറക്കാൻ വന്ന കൺസ്ട്രക്ഷൻ വെഹിക്കിൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഡേറ്റ് ശ്രദ്ധിക്കുന്നത്. അത് ആക്ച്വലി വെനസ്ഡേ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അല്ല, വിക്സ് മരിച്ചത് ഫ്രൈഡേ അല്ലേ? അതിന് 2 ദിവസം മുന്നേ ബുധൻ തന്നെ അദ്ദേഹം മരിക്കുമെന്ന് ആരോ മുൻകൂട്ടി കണ്ട് കല്ലറ തുറക്കാനുള്ള വെഹിക്കിൾ ഓർഡർ ചെയ്തിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവല്ലേ? ആരാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ അടക്കാൻ വേണ്ടി കല്ലറ തുറക്കാനുള്ള വെഹിക്കിൾ ഓർഡർ ചെയ്തതെന്ന് കണ്ടുപിടിച്ചാൽ തീർച്ചയായും കൊലപാതകയെ കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ അവരുടെ റെസിപ്റ്റിൽ ഡേറ്റ് തെറ്റിപ്പോയതാവല്ലേ എന്ന പ്രതീക്ഷയോടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വിളിച്ച് ജഡ് കാര്യങ്ങളൊക്കെ തിരക്കുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ലൂയിസ് ഫോൺ എടുത്തു. ഹലോ ലൂയിസ്, ഞാൻ ഫാദർ ജഡാണേ. കല്ലറ തുറക്കാനുള്ള ആ ഒരു വണ്ടിയില്ലേ? അതെ അതെ അതെ, ആ വണ്ടി ഇന്ന് ഇവിടെ വന്ന് കല്ലറ തുറന്നു. അതേ ഫാദർ, ഞങ്ങൾ തന്നെയാണ് ആ വണ്ടി അങ്ങോട്ട് അയച്ചത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയാം. എനിക്ക് എന്താ ഇപ്പൊ അറിയണ്ടേന്ന് വെച്ചാ, പിന്നെ ഫാദർ, ഞാനും എന്റെ ബ്രദറും കൂടെയാണ് ഈ സ്ഥാപനം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതേ. അവൻ ഓർഡർ ഒപ്പിക്കും, ഞാനതെല്ലാം പ്രോസസ് ചെയ്യും, എല്ലാം ചെയ്യും. ശരിയാണ് ലൂയിസ്, ഞാനിപ്പോ എന്തിനാ വിളിച്ചതെന്നൊന്ന് പറഞ്ഞോട്ടെ. അല്ല ഫാദർ, നിങ്ങൾ ശരിക്കും ഒരു ഫാദർ ആണോ? ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളെ അവിടെ കണ്ടിട്ടില്ല. ലൂയിസേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പുതിയതാണ്, കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ വന്നിട്ട്. ഓ അത് ശരി ഫാദർ. പിന്നെ നേരത്തെ തട്ടിപ്പോയ ഫാദർ അല്ലേ ഫാദർ? ആ പുള്ളിക്കാരൻ ഒട്ടും നൈസ് മാൻ അല്ല. ഞാൻ ഒരു തവണ വന്ന് എനിക്ക് പുള്ളിയുടെ സ്വഭാവം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതെ അതെ, ഇതൊക്കെ ശരിയാണ് ലൂയിസ്. ഞാനിപ്പോൾ വിളിച്ച് എന്തിനാണെന്നറിയോ? മരിച്ചുപോയ വിക്സിന്റെ കല്ലറ ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരാണ് ഓർഡർ ചെയ്ത് തന്നതെന്ന് അറിയണം. അത് ഫാദർ, എൻ്റെ ബ്രദറാണ് ഓർഡർ എടുക്കുന്നത്. ജെയിംസിനോട് ചോദിച്ചാലേ കാര്യം അറിയത്തുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ആരാണ് ഓർഡർ കൊടുത്തതെന്നുള്ള കാര്യങ്ങൾ തിരക്കിയിട്ട് പിന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യാം. ഓക്കെ ലൂയിസ്, സന്തോഷം. എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ ഒന്ന് എടുത്തു തരണേ. ഷുവർ ഫാദർ. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാമോ? വേറൊന്നുമില്ല ഫാദർ, എനിക്ക് വേണ്ടി നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ്. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല. ലാസ്റ്റ് ടൈം പോലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയായി. ഞാനങ്ങ് വല്ലാണ്ട് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു ഫാദർ എന്നൊക്കെ പറഞ്ഞ് ലൂയിസ് അങ്ങ് കരഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. ഇത്രയും സമയം കേസ് അന്വേഷിക്കണം, വിക്സിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നല്ലോ. ഇദ്ദേഹം ഒരു ഫാദറാണ്, ഇദ്ദേഹത്തിന് മറ്റു പേർപ്പസുകൾ ഉണ്ട് എന്നുള്ള കാര്യം പോലും വിട്ടുപോയിരുന്നു. ഇദ്ദേഹം നോക്ക്, അവിടെ ജീസസിന്റെ സ്റ്റാച്ചു തന്നെ തല്ലി പൊട്ടിച്ചിട്ടേക്കുക. താനിത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇതൊന്നും തന്റെ ജോലിയല്ല. താൻ ഒരു ഫാദറാണ്. ഒരു ഫാദർ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്. അത് തീർച്ചയായും താൻ ചെയ്യണമെന്ന് ഇദ്ദേഹം റിയലൈസ് ചെയ്തു. ഇനി അങ്ങോട്ട് ലൂയിസിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഇദ്ദേഹത്തിന്റെ കടമകൾ ചെയ്യാനും, തുടർന്ന് ഇനി ഈ ഒരു കേസിന്റെ ഭാഗമായി നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ കൂടെ വർക്ക് ചെയ്യാതെ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞങ്ങ് മാറിപ്പോയി എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം ഇച്ഛിക്കുന്ന പോലെ നടക്കട്ടെ എന്നൊരു തീരുമാനത്തിലെത്തി അങ്ങനെ അങ്ങ് പോവാണ് ഫാദർ.